ഹലോ, ഇന്ന് നമ്മൾ പോകുന്നത് എടപ്പള്ളി പള്ളിപ്പെരുന്നാൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നൈറ്റാണ് ഇറങ്ങിയത്. ഇത് പെരുന്നാളിന് പ്രദക്ഷിണം പോകുന്ന വഴിയാണ് കേട്ടോ. അതാണ് ഇത്രയും ഡെക്കറേഷൻസ് എല്ലാം ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പള്ളി എത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെണ്ടമേളമാണ് കേട്ടോ കേട്ടത്. പക്ഷെ പാർക്ക് ചെയ്ത് വന്നപ്പോഴേക്കും അത് കഴിഞ്ഞു പോയി. പിന്നെ ബാൻഡ് മേളം ഉണ്ടായിരുന്നു, അത് നമ്മൾ കുറച്ച് നേരം കണ്ടു. ആൻഡ് ഇപ്രാവശ്യത്തെ ലൈറ്റ് ഡെക്കറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഓരോ വർഷവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെക്കറേഷൻസ് ആണ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. രൂപം മൊത്താൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ്. അപ്പോൾ നമ്മളും രൂപം മൊത്താന്ന് വിചാരിച്ചു ആദ്യം തന്നെ. അങ്ങനെ നമ്മൾ പൂമാലയും അതുപോലെ തന്നെ മെഴുകുതിരിയൊക്കെ മേടിച്ചിട്ട് ക്യൂ നിന്നിട്ടോ. പക്ഷെ ക്യൂ പെട്ടെന്ന് പോകുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നോവ ബേബിയും താഴെ ഇറങ്ങി അവന് തന്നെ ക്യൂ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ രൂപമൊക്കെ മൊത്തി കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറി കേട്ടോ. അപ്പോൾ ഇത് പഴയ പള്ളി. അങ്ങനെ പഴയ പള്ളി കയറി പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടുത്തെ പെരുന്നാൾ കാണാൻ വേണ്ടിയിട്ട്, ഫുൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ. അപ്പോൾ ഇവിടുത്തെ ഒരു നേർച്ചയാണ് കേട്ടോ ഇങ്ങനെ പുണ്യാളൻ്റെ അമ്പ് ഇങ്ങനെ നമ്മൾ എടുത്ത് നടക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ കാര്യം സാധിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പള്ളിക്ക് ചുറ്റൊന്ന് വലം വെച്ച് കഴിയുമ്പോൾ ആ ഒരു കാര്യം നടക്കും എന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. അപ്പോൾ നോവ ബേബി ഇപ്രാവശ്യം തന്നെ അമ്പൊക്കെ എടുത്തിട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആൾ വലുതായി വരുവാണ്. അപ്പോൾ തന്നെ പിടിച്ചോളാന്ന് പറഞ്ഞിട്ട് തന്നെ എടുത്ത് നടക്കുവാണ്. അപ്പോൾ ഈ എടപ്പള്ളി പള്ളിപ്പെരുന്നാൾ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ എടപ്പള്ളി. ഇത് പുണ്യാളൻ്റെ പൂവാണ് കേട്ടോ. ഈ പൂവ് നമ്മൾ വീട്ടിലേക്ക് എടുത്തിട്ട് നമ്മളുടെ വീടിന് ചുറ്റുപാടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്, ഒരു പ്രൊട്ടക്ഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് കടന്നു. യെസ്, ദിസ് ഈസ് നോവ ബേബീസ് ഫേവറേറ്റ് പാർട്ട്. നോവ ബേബിയുടെ മാത്രമല്ല കേട്ടോ എൻ്റെയും. അപ്പോൾ നമ്മൾ ബജ്ജി മേടിച്ചു. ഞാൻ കോളിഫ്ലവർ ബജ്ജി ആസ് യൂഷ്വൽ ആസ് റെഗുലർ. എനിക്ക് എവിടെ ചെന്നാലും കോളിഫ്ലവർ ബജ്ജിയാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ചേട്ടൻ പതിവ് പോലെ മുളക് ബജ്ജി, പിന്നെ മുട്ട ബജ്ജി ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ കുറച്ചായിട്ട് മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയ പിന്നെ അങ്ങനെ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇവിടെയാണെങ്കിലും നമുക്ക് നല്ലൊരു തണുത്ത ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ഐസ്ക്രീം മേടിച്ചു. ഈ പള്ളിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഐക്യമാണ് കേട്ടോ. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാ മതക്കാരും ഒരുപോലെ ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ദിസ് ഈസ് എ ന്യൂ ചർച്ച്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മോഡേൺ ആർക്കിടെക്ചറാണ് ചെയ്തിരിക്കുന്നത്. എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് ദ റിയൽ ബ്യൂട്ടി ഓഫ് ന്യൂ ചർച്ച് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നത്. നല്ല ലൈറ്റ്സ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ നോവ ബേബിക്ക് ഒരു ടോയ് മേടിച്ചു. അത് ഒരു ഓട്ടോ ആയിരുന്നു, പക്ഷെ അത്ര ക്വാളിറ്റി ഇല്ല, നല്ല വിലയായിരുന്നു. പിന്നെ അവൻ സമ്മതിക്കാത്തപ്പോൾ നമ്മളത് മേടിച്ചു. പിന്നെ നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെയുള്ളൊരു ബേക്കറി കയറി വെള്ളം കുടിച്ചു കേട്ടോ. നല്ല ചൂടായിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ. പിന്നെ ദിസ് ഈസ് മൈ ഫേവറേറ്റ് മിക്സ്ചർ മിഠായി. പിന്നെ ഞാൻ ഇവിടുന്ന് 2 മൺചട്ടി എടുത്തിട്ടോ. കുറച്ച് നാളായി ചട്ടി മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ 2 എടുത്തു. അപ്പോൾ ആൻറ്റി കുറച്ച് ഓഫർ പ്രൈസിൽ കുറച്ചൊക്കെ തന്നിട്ടോ. അങ്ങനെ അത്രേ ഉള്ളൂ കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണേ. ബൈ.